ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. കാരണം ഇന്നും ടീച്ചറെ കുറിച്ച് അരുന്ധതി ടീച്ചർ എന്ന് പറഞ്ഞാൽ സിനിമാ പിന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാട്ടാണ് പറയുന്നത്. അപ്പൊ അതൊരു വലിയ ഒരു ഇതാണ്. തീർച്ചയായും എനിക്ക് വലിയൊരു ഐഡന്റിറ്റി തന്ന ഒരു ഇത് തന്നെയാണ്. തീർച്ചയായും. അപ്പൊ അതിലേക്ക് വരാൻ ഉള്ള ഒരു കാരണം ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നണിയിലേക്ക് വരാനുള്ള ഒരു കാരണം കൂടെ പറയാം. ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പാടുന്നത്. അപ്പോഴേ എനിക്ക് ഈ ഫിലിം സോങ്സ് എല്ലാം എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും നമ്മൾ ക്ലാസിക്കൽ പഠിക്കുകയാണെങ്കിലും ഫിലിം സോങ്സ് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ സ്കൂളിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഏതെങ്കിലും ഫിലിം സോങ് പാടാൻ പറയും. അപ്പം ഞാൻ അതിനായിട്ട് ഇതിങ്ങനെ മെനക്കെട്ട്, അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഫിലിം സോങ് പഠിക്കുന്നതിന്. അപ്പോൾ അച്ഛൻ പുറത്തു പോകും, അച്ഛൻ എപ്പോഴും ന്യൂസ് വെക്കും, അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഇത് വെക്കും. അന്ന് 1 മണിക്കൊക്കെ കച്ചേരി ഉണ്ടല്ലോ, 12 ഒരു ന്യൂസ് കഴിഞ്ഞ് മറ്റേ ന്യൂസിനിടയ്ക്ക് നല്ല നല്ല LP റെക്കോർഡ്സ് ഇടും. അങ്ങനെയാണ് ഞാൻ TR സാറിൻ്റെ പോലും കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ അച്ഛനില്ലാത്ത സമയം റേഡിയോയിലിരുന്ന ഓരോ ഇത് കേട്ട് പഠിക്കും, ലിറിക്സ് എടുത്ത് കേട്ട് പഠിക്കും, സ്കൂളിലൊക്കെ പാടും. അന്ന് ബാലലോകത്തിൽ ഇങ്ങനെ ഞാനൊരു റേഡിയോ ക്ലബ്ബിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബാലലോകത്തിൽ ഇങ്ങനെ അവർ വിളിക്കുന്നുണ്ട്, അപ്പം അരുന്ധതി പോകണം. അപ്പം അങ്ങനെ രാധാകൃഷ്ണനെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാനും ജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പാടുന്ന എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളൊക്കെ പോയി. അപ്പം നമ്മളെയൊക്കെ സെലക്ട് ചെയ്തു. അന്ന് തൊട്ടേ ബാലലോകം പ്രോഗ്രാമിൽ ഞാൻ ഒരു പ്രോഗ്രാംസ്, പിന്നെ അന്ന് TN ഗോപിനാഥൻ നായരൊക്കെ ഉള്ള സമയം ചെറിയ ചെറിയ സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ MG ശ്രീകുമാർ, ചിത്ര, ഞങ്ങളൊക്കെ ഒരുമിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പാടുന്നറിയാം. പിന്നെ ഇതായപ്പോഴത്തേക്കും നമ്മുടെ ഓഡിഷൻ കൊടുക്കുന്ന ഇതായപ്പോഴത്തേക്കും ഞാൻ ലൈഫ് മ്യൂസിക് ഓഡിഷൻ കൊടുത്തു. അങ്ങനെ MG രാജന് നല്ല പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഓഡിഷൻ കിട്ടിയ ശേഷം നമ്മൾ ധാരാളം ഉദയഗീതം, പിന്നെ ലളിതഗാനം ഇങ്ങനെയൊക്കെ പാടുമായിരുന്നു, പാടുമായിരുന്നു. അപ്പോൾ ആ പുള്ളി ആണ് ആദ്യമായിട്ട് ആദ്യം ഞാൻ പാടിയത് ആക്ച്വലി ഞാൻ ഏകനാണെന്നുള്ള മാധുവിൻ്റെ പടത്തിൽ രജനി പറയുന്ന ഒരു സോങ്ങാണ്. അപ്പോൾ അത് പാടി അതിൻ്റെ റെക്കോർഡിങ് ഒക്കെ ഒരുപാട് ലേറ്റായി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആ ഫീൽഡിലോട്ട് എനിക്കൊരു അട്രാക്ഷൻ തോന്നാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ ഫീൽഡ് നമുക്ക് പറ്റിയതല്ല എന്നുള്ള ഒരിത്. നമ്മൾ വളരെ ഓർത്തഡോക്സ്, ഞങ്ങൾ 2 പെൺകുട്ടിയേ ഉള്ളൂ. അച്ഛനൊക്കെ ഒരു ഓർത്തഡോക്സ് സെറ്റപ്പാണ്. ക്ലാസിക്കൽ എത്ര വേണമെങ്കിലും പഠിച്ചോട്ടെ, അച്ഛന് പ്രോഗ്രാമിനെക്കാളും നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ഫാമിലി ആയിട്ട് ഉള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണമെന്നാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് കാരണം കൂടുതൽ അതിലൊന്നും താല്പര്യം കാണിച്ചു. അപ്പോൾ രണ്ടാമത് അന്ന് രാത്രി ആയത് കാരണം നമ്മൾ പാടി വോയിസ് കുറച്ച് വീക്ക് ആവുമല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ വേറൊരു ദിവസം വന്ന് വോയിസ് മാത്രം ഒന്ന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ആ പാട്ട് ചിത്ര പാടിയത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇത് അങ്ങനെയാണ്. പിന്നെ പത്മരാജൻ്റെ നവംബറിൻ്റെ നഷ്ടം ഉള്ള ഇതിൽ ഞാൻ ചിത്രയും കൂടെ പാടി. പിന്നെയാണ് പ്രിയദർശൻ്റെ ധീം തരികിടകവും എന്ന പടത്തിൽ പിന്നെ കിളിയെ കിളിമകളെ, വള്ളിത്തിരുമണം, 2 നല്ല സോങ്സ് ഞാൻ MG ശ്രീകുമാറും പാടിയതാണ് അത്. പിന്നെ മൂന്നാമത്തെയാണ് ആക്ച്വലി പിന്നെ അതും പ്രിയദർശൻ്റെ ആണ്, രമേശ് നായരുടെ വരികൾ, എത്ര പൂക്കാലം എന്നുള്ളത് MG രാധാകൃഷ്ണൻ മ്യൂസിക്കിൽ തരങ്കിണിയിൽ വെച്ചിട്ട് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ സത്യം പറഞ്ഞാൽ ലേറ്റ് ആയോ, അച്ഛൻ വിളിക്കുമോ, അങ്ങനെ ഒരു ടെൻഷനിലാണ് പാടിയത്. അമ്മ കൂടെ വന്നിരുന്നു, അപ്പോൾ പത്മ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് പിന്നെ ക്ലാസിക്കലിൽ നമുക്ക് ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നുകൊണ്ട് ചേട്ടനും അത് നല്ല ഉറപ്പായിരുന്നു, ഒരു വിശ്വാസം എന്നിൽ ഉണ്ടായിരുന്നു. അത് മൊത്തം പ്യുവർ ഷൺമുഖപ്രിയ രാഗത്തിലാണ് അതിൻ്റെ സ്വരങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു തന്നാലും സ്വരങ്ങളൊക്കെ നമുക്ക് പാടാൻ പറ്റുമല്ലോ. പിന്നെ റേഞ്ചൊക്കെ എനിക്കന്ന് വോയിസിൽ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴും ഞാനത് ഡെവലപ്പ് ചെയ്യുകയും അത് ഇന്നത്തെ മാതിരി ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഓരോരുത്തർ പറഞ്ഞു വരുന്ന ഹെഡ് വോയിസ്, ചെസ് വോയിസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒന്നും അറിയില്ലെങ്കിലും ഞാൻ തന്നെ എനിക്കത് ലൈറ്റ് പാടത്തക്കോണം ഞാൻ എൻ്റെ വോയിസിനെ എങ്ങനെ ചെയ്യണോ അങ്ങനെ. അച്ഛൻ ഇങ്ങനെ ഈ പിച്ചിലൊക്കെ പാടുന്നിട്ട് പേടിയാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിലൊക്കെ 5-5:30 അല്ലേ പാടുള്ളൂ, ലൈറ്റ് അങ്ങനെയല്ലല്ലോ. പക്ഷെ ഞാൻ തന്നെ അച്ഛനില്ലാത്തപ്പോൾ ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ എൻ്റെ സ്വന്തം രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹൈ പീസ്ഡ് വോയിസ് ആണ്. അപ്പം അങ്ങനെ ആ പിച്ചും അതിന് വേണ്ട ഒരു ആസ്പെക്റ്റാണ് ഈ പാട്ടിന്, പിച്ചും ആ ഒരു ത്രസ്റ്റും ആ ഒരു ക്ലാസിക്കാലിറ്റിയും. അപ്പോൾ അങ്ങനെ വന്നു. അന്ന് ഈ പാട്ട് ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷേ എന്തോ ആ പാട്ട് ഹിറ്റായി. അങ്ങനെയാണ് പിന്നെ തുടർന്ന് ഓരോ ഇതിലും വന്നു. പിന്നെ രാഘവ മാഷിൻ്റെ ഇതിലും രവീന്ദ്ര മാഷിൻ്റെ മ്യൂസിക്കിലും ഒക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ആ വഴി അതിൽ.
നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ആ സ്നേഹം, അവരുടെ അനുഗ്രഹം, അവരുടെ ഒരു കൺസേൺ, നമുക്ക് വേണ്ടിയുള്ള ഒരു കൺസേൺ, ഇതെല്ലാം നമ്മളെ കൊണ്ടുപോകുന്ന വലിയൊരു എനർജിയാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ എല്ലാ നേട്ടത്തിനും വലിയൊരു കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഈ ഗുരുത്വത്തിനും ഈശ്വരാനുഗ്രഹത്തിനും ഒക്കെ പുറമെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. അത് സംശയമേ ഇല്ലാത്ത കാര്യം. അപ്പൊ കുടുംബജീവിതം എങ്ങനെ അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ? കുടുംബവും കുട്ടികള്? അതെ, എൻ്റെ ഹസ്ബൻഡ് പേര് ഹരിഹരൻ. അദ്ദേഹം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജറായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം ഭയങ്കര എന്താ പാഷനാണ് പാട്ടെന്ന് പറഞ്ഞാൽ. അദ്ദേഹം തന്നെ തൃശ്ശൂരാണ് സ്ഥലം, ചേർപ്പെന്ന് പറയും. അവിടെ പിന്നെ കൃഷ്ണയർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് കീബോർഡ് അങ്ങനെ എന്തൊക്കെയോ, പിന്നെ ഫ്ലൂട്ട്, SP നാരായണ സാറിൻ്റെ അടുത്ത് പോയി ഫ്ലൂട്ട് പഠിച്ചിട്ടുണ്ട്. അത് ഫുള്ള് ആഗ്രഹം കാരണം മാത്രം. ഇപ്പം ബാങ്ക് ജോലിയും ഇതുമായിട്ട് പോയില്ല. പിന്നെ വീട്ടിലെ പരിതസ്ഥിതി കാരണം പാട്ട് ചെറുതില്ല. ഒന്നാമത് ആൺകുട്ടികളെന്നൊന്നും പാട്ട് പഠിപ്പിക്കുന്ന ഒരിതില്ല, സ്വന്തം ഇഷ്ടം കൊണ്ട്. അപ്പം അന്നേ ഭയങ്കര പാഷനാണ്. അപ്പോൾ എന്തോ ഒരു പ്രൊഫഷണൽ സിംഗർ അല്ലെങ്കിൽ ഡാൻസറെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നതാണ്. അനിയനൊക്കെ അതിനു മുമ്പ് കല്യാണം കഴിച്ചു. പ്രേമൊന്നുമല്ല കേട്ടോ, അതൊന്നും നോക്കി അങ്ങനെ തന്നെ ചെയ്ത. പക്ഷെ അതുകൊണ്ട് പത്മേശി പണ്ട് ഇനി ഒരു ശാപം തന്നിരുന്നു, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ അച്ഛൻ ഇത്രയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ പത്മേശി പറയും, അരുന്ധതി സിനിമയിലേ പാടിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ ഒന്ന് കല്യാണം കഴിക്കണം എന്ന് പറയും. മേ ബി അതെല്ലാം ശാപവും അനുഗ്രഹവും എല്ലാം കൂടെ വന്നുകൊണ്ട് വന്നു. എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായിട്ടും നല്ല താല്പര്യമാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അതിന്. അപ്പോൾ അതെനിക്ക് ആ സൈഡ് പ്രശ്നമില്ല. പിന്നെ കുട്ടികളും ചെറുതിലെ തൊട്ട് ഹസ്ബൻഡിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ അതായത് നമ്മുടെ വീട്ടിലൊരാൾ സ്പെഷ്യൽ ആണെങ്കിൽ നമ്മളും അതിനനുസരിച്ച് ആവണം. അങ്ങനെ കുട്ടികൾ അതുപോലെ ചെറുതിലേ കൊണ്ടുപോയി. ദൈവം സഹായിച്ച അവർക്ക് രണ്ടുപേർക്കും ഇതിൽ നല്ല പാഷനാണ്. അപ്പോൾ മോള് സൈക്കോളജിയാണ്, BA റാങ്ക് ഹോൾഡറാണ്. കുറച്ച് നാൾ കാര്യമായിട്ട് ഇത് ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു ബാംഗ്ലൂരിലൊരു സ്റ്റാർട്ടപ്പ് ഇതിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ അവൾക്ക് സംഗീതമില്ലാതെ അവളെ കൊണ്ട് പറ്റില്ല. അവള് ഒരു മാസം വർക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം കാണാൻ പറ്റില്ല. അവള് അറിയാലോ പെർക്കഷൻ എല്ലാം, മൃദംഗം മന്നാർകോവിൽ ബാലാജിരത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് ഈ വേറീഡ് ആയിട്ടുള്ള പെർക്കഷൻ അല്ലെങ്കിൽ വേറീഡ് ആയിട്ടുള്ള മ്യൂസിക്കിൽ മൾട്ടി ഒരു ഫേസിറ്റ് ഉണ്ട്. അവൾ മൾട്ടി ടാലൻറ്റഡുമാണ്, നല്ലോണം എഴുതും, പാടും, കമ്പോസ് ചെയ്യും, എല്ലാം ചെയ്യും. ഇപ്പോൾ കീരവാണി സാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. റഹ്മാൻ സാറിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഭയങ്കര ഇൻ്റർനാഷണൽ ഒരു ഗ്രൂപ്പുണ്ട്. പല കൊളാബറേഷനിലും അവൾ പല ഇൻസ്ട്രുമെൻസും, പല റിതം ഇൻസ്ട്രുമെൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പാടുകയും ചെയ്യും. 1-2 ഫിലിമിലൊക്കെ പാടിയിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. മോൻ ശരിക്കും ആർക്കിടെക്റ്റാണ്, കോഴ്സ് പഠിച്ച ആർക്കിടെക്റ്റാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് CIT-യിലാണ് പഠിച്ചത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമൃതയുടെ പിന്നെ മഴവിൽ മനോരമയുടെ ഇതിൻ്റെ ഇന്ത്യൻ വോയിസ് അതിൽ ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് നല്ലൊരു, അപ്പം തന്നെ അവന് പാട്ടിലോട് വലിയൊരു, ചെറുതിലെ അവന് പാട്ടിലൊരു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. ഇതിന് ശേഷം അവന് ഭയങ്കര താല്പര്യം. ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യൻ വോയിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിജയ് TV-യുടെ സൂപ്പർ സിംഗർ അതിൽ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഫൈനൽ 5-ൽ വന്നു. അങ്ങനെ AR റഹ്മാൻ അവനെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ബിഗിൽ എന്നുള്ള പടത്തിൽ ഉനക്കാകെ വായനനിക്കറിയും എന്ന് പറഞ്ഞ പാട്ട് പാടിയത്. അതിനെ തുടർന്ന് അവൻ അവിടെ തന്നെ താമസമാക്കി. ഇപ്പോൾ 2 കുട്ടികളും അവിടെ തന്നെയാണ്, ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അവനിതാ ഇന്ന് മലേഷ്യയിൽ പോയിരിക്കുക ഒരു പ്രോഗ്രാമിന്. അപ്പോൾ അതിനുശേഷം നിറയെ തമിഴ് ഫിലിമിൽ പാടിയിട്ടുണ്ട്, മലയാളത്തിലും അത്യാവശ്യം പാടിയിട്ടുണ്ട്. ഒരുപാട് ഇതിൽ പാടുന്നു, ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നു. അപ്പോൾ ഫുള്ളി 2 പേരും മ്യൂസിക് ഫീൽഡിലാണ്. അവരുടെ ഒരു ഇഷ്ടം, അവരുടെ താല്പര്യം, അവരുടെ പാഷൻ ഞങ്ങളും എൻ്റെ ഹസ്ബൻഡും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പോകുന്നു. ആസ്വാദകരാണ് നമ്മളെ നിലനിർത്തുന്നുള്ള കാര്യമാണ്. പിന്നെ ചിലവർ വളരെ ബ്ലണ്ടായിട്ട് കമൻറ്റ് ചെയ്യും. ഈ പാടുന്നവർ ഇപ്പം നമ്മൾ ഏത് സാഹചര്യത്തിൽ വന്നിരുന്ന് പാടുന്നു, നമ്മുടെ വോയിസിൻ്റെ സ്ഥിതി എന്താണ്, നമ്മളൊരു പ്രോഗ്രാം ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ വന്ന് പാടിയേ പറ്റൂ, എങ്ങനെയാണെങ്കിൽ തന്നെ ഏത് സാഹചര്യത്തിലായിരുന്നു പാടുന്നത്, നമ്മൾ വരുന്ന ഒരു മാനസിക നില എന്താണ്, പലപ്പോഴും പല പ്രശ്നങ്ങൾ അറിയാമല്ലോ, ഇതൊക്കെ നമുക്ക് ലൈഫിലുള്ളതാണ്. അതെ, ബോഡി കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ചില സ്റ്റേജ് വളരെ നല്ലതായിരിക്കും, ചില സ്റ്റേജ് ചിലപ്പോൾ അത്രത്തോളം ശബ്ദം ശരിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ശബ്ദം അടപ്പ് വന്നാൽ എനിക്കൊരു
ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പാടി തനിയാവർത്തനം, അവിടെ ആണെങ്കിൽ ഈ ലൈറ്റിന്റെ ചുറ്റും ഒരുപാട് പ്രാണികൾ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ മെയിനായിട്ടും ഭാഗ്യത്തിന് മെയിനായിട്ടും കഴിഞ്ഞ് തനിയാവർത്തനം കഴിഞ്ഞ് ലാസ്റ്റ് പാടാനായിട്ട് വാ തുറന്നപ്പോൾ ഒരു പ്രാണി എൻ്റെ കഴിഞ്ഞല്ലോ. ഞാൻ ചുമച്ച് അതല്ലേ സത്യമാണിത്. പിന്നെ വല്ല വിധേനെ അത് പറഞ്ഞ് എനിക്ക് നിർത്തേണ്ടി വന്നു. ഇതിന്റെ ബാക്കി വേണ്ടി ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചാൽ പാടാന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ നമ്മള് ഇത് ഇവിടെ അതാണ്. ഇത് ഇങ്ങനത്തെ സ്റ്റേജസിലല്ല, നാട്ടിൻപുറത്തൊക്കെ ചിലപ്പോൾ പാടങ്ങളിലൊക്കെ സ്റ്റേജസ് കാണും. അപ്പൊ ഓരോന്ന് ചാടി ചാടി നമ്മുടെ ഫ്രണ്ടിൽ ഓരോ പ്രാണികൾ വരും. അപ്പൊ ഇതൊക്കെ അനുഭവങ്ങളാണ്. അപ്പൊ പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെ ബ്ലണ്ടായിട്ട് ചുമ്മാ ഷാർപ്പായിട്ട് കമന്റ് ചെയ്യാതെ, ഈ കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരെയും കൂടെ പരിഗണിച്ച് ഒരു കമന്റ്സ് ഇട്ടാൽ അത് നല്ലതായിരിക്കും, പ്രോത്സാഹനമായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ചില സ്റ്റേജസിലൊക്കെ പാടുമ്പോൾ പിന്നെ പക്ഷെ നന്നായിട്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പാടുമ്പോൾ രാത്രി കച്ചേരിയൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറെ ആൾക്കാരൊക്കെ നല്ലവണ്ണം ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചിട്ട് വന്ന് ഫ്രണ്ടിലിരുന്ന് ഡാൻസ് ഇതൊക്കെ ചെയ്യും. പക്ഷെ ഭയങ്കര രസമാണ്, അവർ ആസ്വദിക്കും. എന്നിട്ട് അവര് തുണ്ടില് പാട്ട് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ആണെങ്കിൽ എത്ര പൂക്കാലം വള്ളി തിരുമണം ഇങ്ങനെ എത്ര പൂക്കാലം ഒഴിഞ്ഞൊരു ഇതില്ല. അപ്പൊ അത് എഴുതി കൊണ്ടുവരും, അല്ലെങ്കിൽ ചില പ്രത്യേക കൃതികള്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ആൾക്കാർ കേട്ടോ, ഇങ്ങനത്തെ ആൾക്കാർ. അപ്പൊ എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പാടും. എന്നിട്ട് 1-2 സ്റ്റേജ് ചിലർ ബലൂൺ കൊണ്ടുതരും, ബലൂൺ അവിടെ വെക്കുമല്ലോ. എന്ന് വെച്ചാൽ അവരുടെ ഒരു മോഡ് ഓഫ് അവരുടെ അപ്രീസിയേഷൻ, നമ്മളോടുള്ള സ്നേഹം കാണിക്കുന്ന വഴിയാണ്. അവരുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് എന്ത് വായിക്കുന്നോ അതിനകത്ത് ഏതെന്നല്ല, അവരുടെ മനസ്സാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരാള് നല്ല ഫിറ്റ്, അയാള് സ്റ്റേജിൽ കയറ്റി വിടാതെ അയാൾ സമ്മതിച്ചില്ല. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കൈ ഇങ്ങനെ ചുരുട്ടിയ കയ്യിൽ 10 രൂപ അപ്പൊ എൻ്റെ കൈ കൊണ്ട് തന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഏത് പത്മശ്രീയെക്കാളും ഞാൻ അതിന് വില മതിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ടും അയാളത് ആസ്വദിക്കുകയും എനിക്ക് ഒരു വില അയാൾ തരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്താണ്? ഇതൊക്കെ എൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെ ആസ്വാദകരുടെ കാര്യമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് എനിക്ക് ഉപദേശം തരാനുള്ളത്, നിങ്ങൾ പാട്ടിലായാലും എന്തായാലും പാട്ട് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അത് കൊണ്ട് നടക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ടെൻഷൻ നിറഞ്ഞ ഈ സമയത്ത്, എല്ലാ തരത്തിലും ടെൻഷനുള്ള സമയത്ത് നമ്മൾ എന്തിൻ്റെ കൂട്ടേയും പാട്ട് കേൾക്കാനോ പാടാനോ, കേൾക്കുന്നതിനേക്കാളും നമ്മൾ പാടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇന്നത്തെ തലമുറ റിട്ടയർ ആയിക്കഴിഞ്ഞും ധാരാളം സ്ത്രീകൾ ഗ്രൂപ്പായിട്ട് ഭജന ഗ്രൂപ്പ്, തിരുവാതിരക്കളി, കുട്ടികളാണെങ്കിൽ പലതരത്തിലുള്ള മ്യൂസിക് ഗ്രൂപ്പുകൾ, അങ്ങനെ വലിയ സന്തോഷം. അപ്പോൾ പാട്ട് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ വഴി തന്നെ വരണം എന്നുള്ളവർ ശരിക്കും കേൾക്കുക, നല്ലോണം പഠിക്കുക, സീരിയസ് ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. വോയിസ് കൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇന്ന് എല്ലാ സൗകര്യമാണ്, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എന്ത് രീതിയിലും നമുക്ക് വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കാം. നമ്മൾ ഈ എയിം അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും മുന്നിട്ട് വരും. അതാണ് എനിക്ക്. തുളുമ്പും പൂന്തേനെ വാ 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 അന്നലൂഞ്ഞാലായ മാടും പൂങ്കാറ്റേ വാ 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 കാശിപ്പൂൻ തുമ്പയും കണ്ണാടി തുമ്പിയും തമ്പരം തീർക്കുന്നു പിന്നെയും മാവേലിക്കാരം പൂവേ പൊലിയോ. ഇപ്പം നമ്മുടെ ഓണം വരുന്നു. അപ്പം നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ടീച്ചർ ഓണാശംസകൾ പറയണം. അപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മനസ്സന്തോഷവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈ ചാനൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് കാരണമാണല്ലോ എനിക്ക് ഒരു ഓണാശംസകൾ കൊടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് പ്രത്യേകിച്ചും എൻ്റെ ഒരു സഹോദര സ്ഥാനീയനായ കൃഷ്ണനും കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിനും എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ലോക മലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ അറിയിക്കുകയാണ്. ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.